Good afternoon. PDF കാണാമോ? ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാം ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ നാളെ? ഓക്കെ. നമ്മൾ ചാപ്റ്റർ 15 മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്നത്. ചാപ്റ്റർ 15 കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ ടെർമിനോളജി എന്താണെന്ന്? പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പഠിച്ചിട്ടില്ല. നൗഷാദ് എന്താ മെസ്സേജ് ചെയ്തിരിക്കുന്നത്? നസീമ എന്താ മെസ്സേജ് ചെയ്തിരിക്കുന്നത്? താൽക്കാലികം. Yes. Medical terminology. The language of medicine originated from Greek and Latin. Medical terminology is employed in international language and it's also essential to communicate with other medical workers. Medical terminology is the language used to specifically describe the human body, elements, methods, circumstances, etc. Understanding the terminology requires the words down into their separate components of prefix, suffix, and root word and having a solid practical knowledge of those parts. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മെഡിക്കൽ പദാവലികൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസിന് വേണ്ടി കണ്ടിട്ടുണ്ടാവും അല്ലെ? ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ചെറിയ ചെറിയ ടേംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? വലിയ എക്സ്പ്ലനേഷൻസിലാണോ ഡോക്ടർ പേഷ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുന്നത്? അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, ഷോർട്ട് ടേംസ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു മെഡിസിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ അല്ലെ? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്നാണ് മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ടെർമിനോളജി ഇസ് എംപ്ലോയ്ഡ് ഇൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. എന്താണ്? ഇതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മെഡിക്കൽ ടെർമിനോളജി അഥവാ മെഡിക്കൽ പദാവലി എന്ന് പറയുന്നത് നമ്മളൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്? ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? വൈദ്യശാസ്ത്രത്തിന്റെ ലാറ്റിൻ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ അത്. ഓക്കെ, യെസ്. നമ്മള് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ഭാഷയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ആൾസോ എസെൻഷ്യൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ മെഡിക്കൽ വർക്കേഴ്സ്. ഇത് ആരാണ് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നത് ആരാണ്? പിള്ളേരെ, മെഡിക്കൽ വർക്കേഴ്സ് ആണ് അല്ലെ? മെഡിക്കൽ വർക്കേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനോളജീസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്? എന്തൊക്കെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? മെഡിക്കൽ ടെർമിനോളജി എന്ന ആ പദാവലിയിൽ നമ്മൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് used to specifically describe the human body, elements, methods, circumstances, etc. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടെർമിനോളജിയുടെ അകത്ത്, ഈ ലാംഗ്വേജിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകമായി വിവരിക്കുന്ന ഭാഷ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ്? ഹ്യൂമൻ ബോഡിനെ കുറിച്ച് അല്ലെ? ഹ്യൂമൻ ബോഡിനെ കുറിച്ച്, എലമെന്റ്സുകളെ കുറിച്ച്, മെത്തേഡ്സിനെ കുറിച്ച്,
ദെൻ സർക്കംസ്റ്റാൻസസ്. സർക്കംസ്റ്റാൻസ് എന്താണ്? രോഗകാരണങ്ങളൊക്കെ അല്ലെ, രോഗകാരണങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് വരുന്ന ലാംഗ്വേജസിൽ അല്ലെങ്കിൽ പദങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് പോകാം. മെഡിക്കൽ ടെർമിനോളജീസ് ലാംഗ്വേജ് യൂസ്ഡ് ടു സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ദി ഹ്യൂമൻ ബോഡി. എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹ്യൂമൻ ബോഡീസ്, അതിലെ പ്രോസസ്സുകൾ, ദെൻ എലമെന്റ്സുകൾ, മെത്തേഡ്സുകൾ, ദെൻ സർക്കംസ്റ്റാൻസസ്, രോഗകാരണങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. ഓക്കെ, understanding terminology requires words down into the separate components or prefix. ഒരു മിനിറ്റ്. Okay. Yes. അപ്പൊ എന്തൊക്കെയാണ് മെഡിക്കൽ ടെർമിനോളജിയുടെ അകത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കല്ലോ. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി അണ്ടർസ്റ്റാൻഡിംഗ് ടെർമിനോളജി റിക്വയർസ് വേർഡ്സ് ഡൗൺ ഇൻടു their separate compounds of prefix, suffix and root word and having a solid particle knowledge of those parts. ഇതാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ടെർമിനോളജി ഇത് എഴുതുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, ഈ പേജസ് ഇപ്പൊ ടെക്സ്റ്റ് കയ്യിലുള്ളവർ കണ്ടിട്ടുണ്ടാവും. കണ്ടോ ഈ വേർഡ്സുകളൊക്കെ എങ്ങനെയാ പോയിരിക്കുന്നതെന്ന് ക്ലാസ്സിൽ ഒന്ന് നോക്കി. വേർഡ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇംഗ്ലീഷ് ആണെന്നറിയാം. ഇതിപ്പോ ആർക്കാണെങ്കിലും മനസ്സിലാവുമല്ലോ അത് ഇംഗ്ലീഷ് ആണെന്ന് അല്ലെ? ഓക്കെ, അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മളെ പദാവലികൾ അല്ലെങ്കിൽ വേർഡ്സുകൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലിലാണ്. അതിൽ പക്ഷെ 4 ടൈപ്സിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 4 ടൈപ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്ന് പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് റൂട്ട് വേർഡ് ആൻഡ് അബ്രിവേഷൻസ്. പ്രിഫിക്സ് എന്താണ്? പ്രിഫിക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? പ്രിഫിക്സും സഫിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? പഠിച്ചിട്ടില്ല? പ്രിഫിക്സും സഫിക്സസും ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല ആരും? മറന്നുപോയി. നല്ല കാര്യം, മറന്നുപോയി. നല്ല കാര്യം കേട്ടോ. ഓക്കെ, യെസ്, പഠിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളില് ആദ്യം ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഒരു വേർഡ്സ് കഴിഞ്ഞ് ആ വേർഡ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. റൂട്ട് വേർഡുകളുണ്ട്, അതായത് ഓരോ സെപ്പറേറ്റ് ഭാഗത്തിന് മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടെർമിനോളജിയിൽ ഇങ്ങനെ പദാവലികൾ അല്ലെങ്കിൽ വേർഡ്സുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രിഫിക്സസ് എന്താണ്, സഫിക്സ് എന്താണ്, റൂട്ട് വേർഡ് എന്താണ്, അബ്രിവേഷൻസ് എന്താണെന്ന്. ഓക്കെ, അതിന് മുൻപായിട്ട് ഒന്നുകൂടി പറയാം. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? മെഡിസിൻ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മെഡിസിൻ ഓഫ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്
എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡ്സ് നിന്നാണ്. ഓക്കെ, യെസ്, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. മെഡിക്കൽ വർക്കേഴ്സ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബോഡിനെ കുറിച്ച്, എലമെന്റ്സിനെ കുറിച്ച്, മെത്തേഡ്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. ഇനി ഈ ടെർമിനോളജിയിൽ നമ്മൾ ഓരോ വാക്കുകളും സെപ്പറേറ്റ് കമ്പോണൻസ് ആയിട്ടാണ് ഓരോ വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? അതിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് റൂട്ട് വേർഡ്സ്. അതിൽ ആദ്യം പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. എ പ്രിഫിക്സ് മീൻസ് a word attached at the beginning of a word and generally describe location and intensity. Prefixes are often found in general language, autopilot, submarine and tricycle. നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കൂ. ഇവിടെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 വാക്കുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ 3 വാക്കുകൾ ഒന്ന് നോക്കിയേ. ക്യാമറ ഓഫ് ആണോ? സ്പെല്ലിംഗില് എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? ഒറ്റ സ്പെല്ലിംഗ് ആണോ ഇതെല്ലാം? നോക്കൂ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് 2 വാക്കുകളായിട്ട് തോന്നുന്നുണ്ടോ? നോക്കിയേ. ഓട്ടോ പൈലറ്റ്. നോക്കൂ, രണ്ടും 2 വാക്കുകളാണ്. ഓട്ടോ വേറെ, പൈലറ്റ് വേറെ. ഓട്ടോ പൈലറ്റ് രണ്ടും കൂടി ചേർന്നു. ദെൻ സബ്മറൈൻ. നോക്കൂ, സബ് വേറൊരു വേർഡാണ്, മറൈൻ വേറൊരു വേർഡാണ്. ദെൻ ട്രൈസൈക്കിൾ എന്നാണ് നമ്മള് സൈക്കിൾ എന്നാണോ പറയുന്നത്? ട്രൈ വേറൊരു വാക്കാണ്, സൈക്കിൾ വേറൊരു വാക്കാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വേർഡിന് നമ്മള് മുൻപായിട്ട് ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗമാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭാഗം. ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ ലാംഗ്വേജ് എടുക്കുക, മെഡിക്കൽ ടേം എടുക്കുകയാണെങ്കിൽ അതിനെ മുന്നിൽ ചേർക്കുന്ന വാക്കാണ് എന്ത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡിന്റെ മുന്നിൽ, ബിഗിനിങ്ങിൽ വരുന്ന, അറ്റാച്ച് ചെയ്ത് വരിക്കുന്ന മെഡിക്കൽ ടേമിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പൊ മെഡിസിൻസ് കൂടാതെ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ ആൻഡ് ട്രൈസൈക്കിൾ. അതായത് ഇവിടെ 2 പദങ്ങൾ, ഒരു പദം സൈക്കിളിന്റെ കൂടെ ട്രൈ എന്ന വാക്ക് കൂടി ചേർന്നു, അല്ലെ? സൈക്കിളിന്റെ തൊട്ട് മുൻപ്, സൈക്കിളിന് ശേഷമുള്ള സൈക്കിൾ ട്രൈ എന്നല്ല വന്നിരിക്കുന്നത്, സൈക്കിളിന് തൊട്ട് മുന്നാണ് എന്ത്? ആ വാക്ക് രണ്ടും കൂടി ചേർന്നിരിക്കുന്നത്. അപ്പൊ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മെഡിക്കൽ ടേം. ഒരു വേർഡിന്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ മറ്റൊരു വേർഡ് ചേർക്കുന്നത്. ദാറ്റ് ഈസ് പ്രിഫിക്സ്. ഓക്കെ, മനസ്സിലായോ പ്രിഫിക്സ് എന്താണെന്ന്? A prefix mean a word attached at the beginning of a word. എന്താണ്? ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗത്ത് യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ മീനിങ് ഉണ്ടാവും. മീനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാത്തിനൂടെ മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. യെസ്, അപ്പൊ മെഡിക്കൽ ലാംഗ്വേജസിൽ മാത്രമല്ല നമ്മൾ പ്രിഫിക്സ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലും പ്രിഫിക്സ് ചേർക്കാറുണ്ട്. ജനറൽ ലാംഗ്വേജിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ ആൻഡ് ട്രൈസൈക്കിൾ എന്ന് പറയുന്നത്. And in medical as well as scientific terminology, when a medical word ventilation എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വേർഡ് ആണ്, contains a prefix. അതിന്റെ കൂടെ ഒരു പ്രിഫിക്സ്, ഇപ്പൊ വെന്റിലേഷന്റെ കൂടെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞ പ്രിഫിക്സില് മറ്റൊരു സെന്റൻസ് ചേർക്കണം, മറ്റൊരു വേർഡ് കയറ്റാണ്. എന്താണ്? ഹൈപ്പർ എന്നൊരു പ്രിഫിക്സ് നമ്മൾ ഒരു വേർഡിന്റെ കൂടെ ആ വേർഡിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ കയറ്റുകയാണ്. അപ്പൊ എങ്ങനെ വായിക്കും അതിനെ? The meaning of the word is changed. അപ്പൊ ആ വേർഡിന്റെ മീനിങ് ആണ് മാറുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെന്റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വായുപ്രവാഹമാണ്, അല്ലെ? വെന്റിലേഷൻ മീൻസ് വായുപ്രവാഹം. അവിടെ ഹൈപ്പർ എന്നൊരു വാക്ക് അതിന് തൊട്ട് മുന്നേ നമ്മൾ കയറ്റി. അപ്പൊ എന്ത് വായിക്കും അതിനെ? ഹൈപ്പർ വെന്റിലേഷൻ എന്ന് വായിക്കും, അല്ലെ? ഒരു വെന്റിലേഷൻ എന്നൊരു പദത്തിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മൾ മറ്റൊരു പ്രിഫിക്സിന്റെ പദം ചേർക്കുന്നത്. അപ്പൊ അതിനെ എന്ത് വായിക്കും നമ്മള്? ഹൈപ്പർ വെന്റിലേഷൻ. അപ്പൊ അവിടെ മീനിങ് ചേഞ്ച് ആവുന്നുണ്ടോ? മീനിങ് ചേഞ്ച് ആവില്ലേ? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വായുപ്രവാഹം, ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ എന്താണ്? ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ്. ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നാണ് ഹൈപ്പർ വെന്റിലേഷന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ മീനിങ് മാറിയത് കണ്ടോ? ഓക്കെ, അപ്പൊ
അപ്പൊ മെഡിക്കൽ ടേംസിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഹൈപ്പോ ഹൈപ്പർ എന്നല്ല, ഹൈപ്പർ കേട്ടോ, ഹൈപ്പർ. യെസ്. അപ്പോൾ ഒരു മെഡിക്കൽ വേർഡായ വെന്റിലേഷനിൽ നിന്ന് നമ്മൾ അതിനെ പ്രിഫിക്സ് എന്നൊരു വേർഡ് ചേർക്കുന്ന സമയത്ത് അവിടെ മീനിങ് മാറുന്നു. എന്തായി മാറുന്നു? ഹൈപ്പർ വെന്റിലേഷൻ എന്നാകുന്നു. വായു പ്രവാഹം എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള ഒരു ശ്വാസോച്ഛ്വാസം എന്ന മീനിങ്ങിലേക്ക് അവിടെ മാറുകയാണ്. ഓക്കെ. നോട്ട് അറ്റ് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സസ്. പക്ഷെ എല്ലാ മെഡിക്കൽ ടേംസിൽ എന്തില്ല? പ്രിഫിക്സ് നമ്മൾ ചേർത്ത് എഴുതാറില്ല. എല്ലാ മെഡിക്കൽ ടേംസിലും ഒന്നും തന്നെ പ്രിഫിക്സ് ചേർക്കണമെന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടേംസിൽ മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രിഫിക്സസ് ഉപയോഗിക്കുന്നത്. ടു ലേൺ ടു ഐഡന്റിഫൈ എ ഫ്യൂ ഓഫ് ദ മോർ commonly used medical prefixes, you can make out the meaning of terms that may not be instantly familiar to you. ഇനി ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഇനി നമുക്ക് പ്രിഫിക്സസിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണമെങ്കിൽ എന്താണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ എന്താണ് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട് അല്ലേ? ഇത് എന്താണ് ഈ മെഡിക്കൽ ടേംസിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത്? ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നില്ല ഇത് പഠിക്കാനായിട്ട് ഇല്ലേ? യെസ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാകും അത് എന്താണെന്ന് അറിയണമെന്ന് നമുക്കൊന്ന് തോന്നും അല്ലെ? യെസ്. അപ്പൊ നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് വലിയ അസുഖങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ചെറിയ മീനിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ പ്രിഫിക്സസ് സെർച്ച് ചെയ്താൽ മെഡിക്കൽ ടേംസുകൾ ടെർമിനോളജീസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെർമിനോളജിക്കൽ വേർഡ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അതിന്റെ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും, അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ പ്രിഫിക്സ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എ പ്രിഫിക്സ് മീൻ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു മെഡിക്കൽ ടേംസിന് മുൻപ് ചേർക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിഫിക്സസ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് എന്ത്? വെന്റിലേഷൻ. വെന്റിലേഷന്റെ കൂടെ നമ്മുടെ പ്രിഫിക്സ് ഏതാണ് ചേർത്തത്? ഹൈപ്പർ അല്ലെ? ഹൈപ്പർ എന്ന പ്രിഫിക്സ് ചേർത്തപ്പോ അവിടെ ഏത് മീനിങ്, ഏത് വേർഡായി മാറിയത്? വെന്റിലേഷനിലൂടെ ഹൈപ്പർ എന്ന് ചേർത്തപ്പോ ഏത് വേർഡായി? ഹൈപ്പർ വെന്റിലേഷൻ. ഓക്കെ. യെസ്. പ്രിഫിക്സസ് എല്ലാ ടെർമിനോളജിയിൽ എല്ലാ മെഡിക്കൽ ടേംസിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? No. Not all medical terms have prefixes. Yes. ഇനി നെക്സ്റ്റ്, അപ്പൊ പ്രിഫിക്സ് മനസ്സിലാക്കി നമ്മൾ എന്താണ്? ഒരു വേർഡിന് തൊട്ട് മുന്നാണെന്ന് മനസ്സിലാക്കി. അപ്പൊ സഫിക്സ് എന്തായിരിക്കും? സഫിക്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സഫിക്സസ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് വേർഡ്സ് ടു ഓൾട്ടർ ദ റിയൽ മീനിങ് അല്ലെ? എന്താണ്? സഫിക്സസ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് ആണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഒരു വാക്കിന് മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? സഫിക്സസ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. സഫിക്സസ് ആർ used at the end of the words to alter the real meaning. In medical terminology, a suffix normally indicates a procedure, condition, diseases or part of speech. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സഫിക്സസില് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? എൻഡ് ഓഫ് ദ വേർഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? ഇതിൽ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതിൽ എന്ത് വരാം? ആ മീനിങ്ങിൽ എന്ത് സംഭവിക്കാം? നമുക്ക് മീനിങ്ങിന് മാറ്റം വരാം അല്ലെ? മീനിങ്ങിൽ അപ്പാടെ തന്നെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഡിഫറെന്റ് അല്ല, മീനിങ് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് പറയുന്ന സമയത്ത്, ഇതിൽ ഡിസീസസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൽ പാർട്ട് ഓഫ് ദ സ്പീച്ച്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സഫിക്സസ് ഉപയോഗിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അവസ്ഥയോ രോഗത്തെയോ അതിൽ എന്തെങ്കിലും സംസാര ഭാഗത്തെയോ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഫിക്സ് യൂസ് ചെയ്യുന്നത്. എ കോമൺലി യൂസ്ഡ് സഫിക്സ് ഈസ് എന്താണ്? എ കോമൺലി യൂസ്ഡ്, ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് എന്താണ്? നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ നോർമലി വായിക്കുന്നത് പോലെ ഒന്ന് വായിച്ചത്. സഫിക്സ് ഈസ് ഇതിനെങ്ങനെ നമ്മൾ വായിക്കും? നോർമലി നമ്മൾ എന്ത് വായിക്കുന്നത്? ഇറ്റ്സ് അല്ലെ?
ഇറ്റ്സ്. യെസ്, ഇറ്റ്സ് എന്നാണോ വായിക്കുന്നത് നമ്മള്, അല്ലെ? നോർമലി നമ്മൾ എങ്ങനെ വായിക്കും? ഇറ്റ്സ് എന്ന് വായിക്കും. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? അല്ല, ഇറ്റ്സ് എന്നല്ല. മീനിങ് ഇൻഫ്ലമേഷൻ എന്നാണ്. ഇറ്റ്സ് മീൻസ് എന്താണ്? ഇറ്റ്സ് എന്നല്ല നമ്മൾ പറയേണ്ടത് എന്താണ്? ഐറ്റിസ്. ഐറ്റിസ് എന്നാണ് കേട്ടോ. ഐറ്റിസ് അവിടെ ഒന്ന് എഴുതി വെക്കൂ. ഐറ്റിസ് എന്നാണ് വായിക്കേണ്ടത്. ഈ സഫിക്സ് എങ്ങനെയാണ് വായിക്കേണ്ടത്? ഐറ്റിസ് എന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ വീക്കം. വീക്കം മലയാളത്തിൽ നമ്മൾ വീക്കം, സന്ധി വീക്കം എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പൊ ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. അപ്പൊ ഇനി നോക്കാം, നമ്മളിപ്പോ നമ്മൾ പറഞ്ഞ ഒരു കണ്ടീഷനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസിനെയൊക്കെയാണ് നമ്മൾ സഫിക്സ് ഉപയോഗിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായോ വളരെ? ഐറ്റിസ്, ഐറ്റിസ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. നോക്കൂ, when the suffix is, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മള് നോർമലി പഠിക്കുന്ന പോലത്തെ ചാപ്റ്റേഴ്സ് അല്ല അത്, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇവിടെ വേറൊരു വാക്ക് നമ്മൾ പെയർ ചെയ്യാൻ പോവാണ്. when the suffix is paired with the prefix, അപ്പൊ സഫിക്സിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? പ്രിഫിക്സ് ചേർക്കുകയാണ്. സഫിക്സിന്റെ കൂടെ പ്രിഫിക്സ് ചേർക്കുമ്പോ എന്താണ്? ആർത്രോ. ആർത്രോ എന്നൊരു വേർഡ് കണ്ടോ? ആർത്രോ എന്നൊരു വേർഡ്. യെസ്, ആർത്രോന്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ജോയിന്റ്. എന്റെ മീനിങ് എന്താണ്? ജോയിന്റ് എന്നാണ്, അല്ലെങ്കിൽ സന്ധികൾ, അല്ലെ? യെസ്, ദ വേർഡ് ദാറ്റ് കം ഔട്ട് ഈസ്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ നമ്മൾ കൂടി ചേരുമ്പോ നോക്കൂ, ആർത്രോയും ഐറ്റിസും കൂടി ചേർന്നു. ആർത്തോ എന്ന് പറയുന്നത് സഫിക്സ് ആണ്, ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സ് ആണ്, ആർത്തോ എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. ഈ രണ്ട് വാക്കുകൾ കൂടിച്ചേരുമ്പോ ഏതൊരു വാക്കാണ് രൂപപ്പെടുന്നത്? എന്ത് വാക്കാണ് രൂപപ്പെടുന്നത്? ആർത്രൈറ്റിസ്. കണ്ടോ? ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്രൈറ്റിസ്, ആർത്രൈറ്റിസ് മീനിങ് എന്താണ്? ആർത്രൈറ്റിസ് മീനിങ് എന്താണ്? an inflammation of the joints. അപ്പൊ എന്ത് പറയും നമ്മള്? സന്ധിവാദം എന്ന് പറയും, അല്ലെ? കണ്ടോ? സന്ധിവാദം എന്നൊരു മീനിങ്ങിലേക്ക് ഇത് മാറി. നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സഫിക്സ് ആണ് ഐറ്റിയസ് എന്ന് പറയുന്നത്. ഐറ്റിയസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്, വീക്കം. ഇനി ഈ സഫിക്സിന്റെ കൂടെ നമ്മൾ ഒരു പ്രിഫിക്സ് പെയർ ആക്കുകയാണ്. അതായത് ആർത്തോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിഫിക്സ് എന്ന് പറയുന്നത് ഒരു വാക്കിന് അവസാനമാണോ വരുന്നത്, ആദ്യമാണോ വരുന്നത്? പ്രിഫിക്സ് ആദ്യമാണോ അവസാനമാണോ വരുന്നത്? പറയൂ. ഫസ്റ്റ് വേർഡ് ആണ്, അല്ലെ? ഫസ്റ്റ് വേർഡ് ആണ്. സ്റ്റാർട്ടിങ്ങിലാണ്, എൻഡിങ് ആണോ? എൻഡിങ് ആണ് സഫിക്സ് വരേണ്ടത്. ആദ്യം വരേണ്ടത് പ്രിഫിക്സ്, അവസാനം വരേണ്ടത് സഫിക്സ്. ഇവിടെ നോക്കൂ, ഈ വേർഡുകൾ കണ്ടോ? ഐറ്റിസ്, ഐറ്റിസിന്റെ കൂടെയാണ് എന്ത് വന്നത്? ആർത്രോ വന്നത്. അപ്പോ ആ വേർഡ് എന്തായി മാറി? അത് കൂടിച്ചേർന്നപ്പോ ആർത്രൈറ്റിസ് എന്നായി. കണ്ടോ? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിന്റ്സ് ആണ്, സന്ധിവാദം എന്ന് പറയും. കണ്ടോ? ഓക്കെ, മനസ്സിലായത്? Sometimes it is essential to alter the last letter or letters of the root word or the prefix when a suffix is added to make a pronunciation easier. ഇനി നമ്മൾ ചില സമയങ്ങളില് നമ്മൾ പ്രൊണൗൺസിയേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഇങ്ങനെ ചെറിയ വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ലെറ്റേഴ്സുകൾ നമ്മൾ മാറ്റുന്നത്. അതായത് അല്ലെങ്കിൽ ചില റൂട്ട് വേർഡ്സുകൾ അതിന് ഉപയോഗിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താണ് ഈ ഒരു വലിയൊരു വാക്ക് ഇപ്പോ നമ്മൾ എന്താ പറയുന്നത്? എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ആർത്രൈറ്റിസ്. കണ്ടോ? അത് രണ്ട് വാക്കുകൾ തമ്മിൽ ഓൾട്ടറേഷൻ സംഭവിച്ചതിന് ശേഷമാണ് അത് നമുക്ക് പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലെ? അപ്പൊ ഈസി ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചില വാക്കുകൾ നമ്മൾ ഷോർട്ട് ആക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സഫിക്സസ്. അപ്പൊ സഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്കിന് മുൻപായിട്ടാണോ വരുന്നത്, ശേഷമാണോ വരുന്നത്? എൻഡ് ഓഫ് ദ വേർഡ് ആണ്, അല്ലെ? സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ സഫിക്സ് ചേർക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂട്ട് വേർഡ്സ്. റൂട്ട് വേർഡ് എന്താണ്? The chief part of stem or a word is known as root word.
A root word carries the essential meaning of the word and frequently points out a body part. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നില്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാലാണ് മനസ്സിലായി ഏതെങ്കിലും നമ്മുടെ ബോഡി പാർട്സിനെ ആയിരിക്കും അല്ലെങ്കിൽ സാധാരണമായിട്ട് ഏതെങ്കിലും ഒരു ബോഡി പാർട്സിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. With a containing form, the root word and containing vowel like I, E, O. അതായത് നമ്മുടെ റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ വവൽസ് കോമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു വേർഡിന്റെ കൂടെ വവൽസ് യൂസ് ചെയ്തുകൊണ്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ വേർഡ് നമ്മൾ പറയുന്നത്. ഓക്കെ, prefix or suffix, yes, prefix or suffix to describe a particular structure or condition. അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ ഏതെങ്കിലും നമ്മുടെ ഒരു ബോഡി ഭാഗത്തിന് മാത്രമാണ് റൂട്ട് വേർഡ്സിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനോ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷൻസിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നോക്കൂ, റെഗുലർലി യൂസ്ഡ് ടേംസ് ആണ് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിൽ ഏറ്റവും റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ആണെന്ത് CPR എന്ന് പറയുന്നത്. CPR എന്ന് പറയുന്നത് CPRന്റെ മീനിങ് എന്താണ്? എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ അല്ലെ. CPR സ്റ്റാൻഡ് ഫോർ എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ഈ റൂട്ട് വേർഡിന്റെ എക്സാമ്പിൾ ആണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, CPR. അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത്? അല്ല എങ്ങനെയാണ് റൂട്ട് വേർഡ് നമ്മൾ മനസ്സിലാക്കുന്നത്? When we break it down, നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യും അല്ലെ. ഈ ഒറ്റ വാക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. നിങ്ങൾ ആ വേർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. കാർഡിയോ പൾമണറി തന്നെ എന്താണ് വേർഡ്സുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? When we break it down, cardio is a root word which means cardio എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. ഒരു ശരീരഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി പാർട്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്താ? കാർഡിയോ. കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയോ എന്താ വളരെ ഹാർട്ട് അല്ലെ, ഹൃദയത്തെ സൂചിപ്പിക്കുന്നതാണ് എന്താ? കാർഡിയോ എന്ന് പറയുന്നത് അതൊരു റൂട്ട് വേർഡ് ആണ്. ആൻഡ് പൾമണറി എന്താണ്? ഇറ്റ്സ് എ റൂട്ട് വേർഡ്. അതും ഒരു റൂട്ട് വേർഡ് ആണ്. രണ്ട് റൂട്ട് വേർഡുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് റൂട്ട് വേർഡ്സ് ഉണ്ട് അവിടെ. പിന്നെ എന്ത് വരുന്നുണ്ട്? വവൽസും ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. കാർഡിയോ, IEO കണ്ടോ? യെസ്. അപ്പൊ പൾമണറി എന്ന് പറയുന്നത് എന്താണ്? ലങ്സ് എന്നാണ് അർത്ഥം അല്ലെ. പൾമണറി മീൻസ് ലങ്സ്. ഓക്കെ, ബൈ എക്സിക്യൂട്ടിംഗ് ഇത് എക്സിക്യൂട്ട്. ഇപ്പോ ഈ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ എന്താണ് വരുന്നത്? By executing CPR, we introduce air into the lungs and circulate blood by pressing the heart to receive the patient. Okay, some root words may also be used as prefixes or suffixes. അപ്പൊ ഇവിടെ ഈ കാർഡിയോ പൾമണറി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി, ആ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കാർഡിയോ മീൻസ് ഹാർട്ട്, ദെൻ പൾമണറി മീൻസ് ലങ്സ്. ഇതിൽ എന്ത് പ്രവർത്തനമാണ് നമ്മൾ CPR കൊടുക്കാവുന്ന പ്രവർത്തനം എന്താണ്? എന്ത് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്? നമ്മളെ ലങ്സിലേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനമല്ലേ, നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കല്ലേ. ഇൻട്രൊഡ്യൂസ് എയർ ഇൻ ടു ദ ലങ്സ് ആൻഡ് സർക്കുലേറ്റ് ദ ബ്ലഡ് പ്രസിംഗ് ദ ഹാർട്ട് ടു റിസീവ് ദ പേഷ്യന്റ്. കൃത്യമായിട്ട് യെസ്, ദാറ്റ് ഈസ് എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അപ്പോ രണ്ട് റൂട്ട് വേർഡ്സുകൾ അവിടെ അതിന്റെ ഒരു മീനിങ് മാത്രം അവിടെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാർഡിയോ പൾമണറി എന്ന രണ്ട് വാക്കുകളും എന്ത് വാക്കുകളാണ്? റൂട്ട് വേർഡ്സ് ആണ്. രണ്ടും ഒരേ ബോഡി പാർട്സിനെ തന്നെ സൂചിപ്പിക്കുന്നു കണ്ടോ. അതായത് സാധാരണ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ റൂട്ട് വേർഡുകൾ പറയുന്നത്. ഇവിടെ ശ്വാസകോശവും അല്ലെങ്കിൽ ഹാർട്ടും തമ്മിൽ റൂട്ട് വേർഡ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ, ഒരേ ബോഡി ഭാഗങ്ങൾ തന്നെയല്ലേ അല്ലേ. യെസ്, CPR പോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്ലിയർ ആവുന്ന തരത്തിലാണ് ഇവിടെ CPR എന്ന റൂട്ട് വേർഡ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റൂട്ട് വേർഡ് CPRൽ ഏതൊക്കെയാണ് റൂട്ട് വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കാർഡിയോ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? ഹാർട്ട്, ദെൻ ലങ്. പൾമണറി മീൻസ് ലങ്സ്. അപ്പൊ ഈ രണ്ട് റൂട്ട് വേർഡ്സുകൾ കൂടി ചേർന്നിട്ടാണ് കാർഡിയോ പൾമണറി എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി some root words may also be used as prefixes or suffixes. ഇനി
എന്താ പറയുന്നത് ലാസ്റ്റ് സെന്റൻസ്? ചില റൂട്ട് വേർഡ്സിൽ നമ്മൾ പ്രിഫിക്സസും സഫിക്സസും യൂസ് ചെയ്യാറുണ്ട്. ചില റൂട്ട് വേർഡ്സിൽ നമ്മൾ പ്രിഫിക്സസും സഫിക്സസും യൂസ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ പറഞ്ഞു വരുന്ന എന്താണ്, ടെർമിനോളജിയുടെ അകത്ത് വരുന്ന വേർഡ്സുകൾ ഇങ്ങനെയുള്ള ടൈപ്സ് ആയിരിക്കും കേട്ടോ. ഓരോ വേർഡ്സിന് മുൻപ് തൊട്ട് മുൻപ് കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും, അതിനുശേഷം കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും, ദെൻ റൂട്ട് വേർഡുകൾ ഉണ്ടാവും. ഓക്കെ, റൂട്ട് വേർഡ് വരെ മനസ്സിലായോ നിങ്ങൾക്ക്? എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് എളുപ്പമാണ് കേട്ടോ. നെക്സ്റ്റ്, ഇനി ഈ ഒരു കാര്യം കൂടി ടെർമിനോളജിയിൽ വരുന്നത് ലാസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്, അബ്രിവേഷൻസ്. വളരെ ചെറുതായിട്ട് അബ്രിവേഷൻസിനെ നമ്മൾ എങ്ങനെ പറയും? ഈ ചിലപ്പോ പറഞ്ഞതിൽ തന്നെ ഒരു അർത്ഥം വന്നിട്ടുണ്ട്. അബ്രിവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ചുരുക്കെഴുത്താണ്, അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഫോംസ് ആണ്, അല്ലെ? ഷോർട്ട് ഫോംസ് ആണ് അതൊക്കെ. Abbreviations are words which are used to shorten notes or documentation. When using abbreviations in patient care reports, you have better use only standard accepted abbreviations to avoid confusions and errors. This list is meant to help decipher documents written by other healthcare professionals. Before using an abbreviations in reports, it is essential to be familiar with approved use of abbreviations in your local jurisdiction or service area. അപ്പൊ അബ്രിവേഷൻസ് എന്ന് നമ്മൾ ഷോർട്ടായി പറഞ്ഞ എന്താണ്? ചുരുക്കെഴുത്താണ് ഇതിനെ പറയുന്നത്, അല്ലെ? ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് നോട്ട്സിൽ നമ്മൾ ഇത്ര മെഡിക്കൽ ടേംസുകൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രിവേഷൻസ് ആക്കിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ ഷോർട്ട് ആക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം? പേഷ്യൻസിന്റെ റിപ്പോർട്ട്സുകളെ കൂടുതൽ ബെറ്റർ സ്റ്റാൻഡേർഡൈസ്ഡ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിപ്പോർട്ട്സുകൾ എന്താണ് കൂടുതൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് എക്സ്പ്ലനേഷൻസ് എല്ലാം നമുക്ക് അവിടെ ആവശ്യം, അല്ലെ? ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എക്സ്പ്ലനേഷൻസ് എല്ലാം ആവശ്യം. പെട്ടെന്ന് അത് ഇപ്പൊ ഒരു എ എന്നൊരു ലാംഗ്വേജ്, എ എന്നൊരു വേർഡിലാണെങ്കിൽ ആ വേർഡ് എന്താണ് സൂചിപ്പിക്കുന്നത്, അതാണ് ആ രോഗിയുടെ അസുഖം, അല്ലെ? ഈസി ടു റൈറ്റ് ടു ആണ്, ഈസി ടു നമുക്കത് കൺവേ ചെയ്യാൻ സാധിക്കണം. മാത്രമല്ല എന്താണ്, കൺഫ്യൂഷൻസ് ആൻഡ് എറേഴ്സ് കുറയ്ക്കാം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വരുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്ത് എഴുതിയാൽ എന്തായിരിക്കും സ്ഥിതി? ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് മറ്റ് എറേഴ്സ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഷോർട്ട് ടേമിലാക്കുന്നത്. അപ്പൊ ടേം കണ്ടു കഴിഞ്ഞാൽ ആ വേർഡ് കണ്ടാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും, ഡോക്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. ഇനി ദിസ് ലിസ്റ്റ് മീൻ ടു ഹെൽപ്പ്, അതായത് ഈ അബ്രിവേഷൻസിന്റെ ലിസ്റ്റ് നമുക്ക് ഡെസിഫർ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ആർക്ക് മനസ്സിലാവുന്ന രീതിയിൽ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്, അല്ലെ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. Before using any abbreviations in reports, it's essential to familiar with the approved use of abbreviations in your local jurisdiction or service area. ഇനി പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അബ്രിവേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലോക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലോക്കൽ സർവീസസ് ഉപയോഗിക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ ഉണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കണം, അതൊക്കെ യൂസ് ചെയ്യാൻ കൂടി അറിഞ്ഞിട്ടുണ്ട്. അതായത് ലോക്കലി ഉപയോഗിക്കുന്ന കുറച്ചല്ലാതെ അബ്രിവേഷൻ ഷോർട്ട് ടേംസുകൾ ഉണ്ട്, ടെർമിനോളജിക്ക് അകത്ത് തന്നെ വരുന്ന അല്ലാതെ നമ്മുടെ ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് അബ്രിവേഷൻസ് അതുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതൊക്കെ നിങ്ങളിപ്പോ പഠിക്കും. ഓക്കെ, അപ്പൊ അബ്രിവേഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേംസ് ആയിട്ടുള്ള വേർഡ്സുകൾ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റ് റിപ്പോർട്ട്സുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാനും അതുപോലെ തന്നെ തന്നെ കൺഫ്യൂഷൻസും എറേഴ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കണം. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആർക്കാണ്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ റിപ്പോർട്ട്സിൽ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നതിന് ഓരോ റിപ്പോർട്ട്സിലും അബ്രിവേഷൻസ് നമ്മൾ യൂസ് ചെയ്തതിന് മുമ്പായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള ടേംസുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ ആ ഏരിയയിൽ ഉപയോഗിക്കുന്ന ടേംസുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ദാറ്റ് ഈസ് അബ്രിവേഷൻസ്. നമ്മൾ പറഞ്ഞു വരുന്ന എന്താണ്, ഒരു മെഡിക്കൽ ടെർമിനോളജിയുടെ അകത്ത് അല്ലെങ്കിൽ ആ വേർഡ്സിന് ചേർക്കുന്നതിന് മുമ്പായിട്ട് അത് ആ പദത്തിന് മുൻപും ശേഷവും എന്തുപയോഗിക്കുന്നുണ്ട്? പ്രിഫിക്സും സഫിക്സസും ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ റൂട്ട് വേർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, അബ്രിവേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. അതായത് ഒരു വേർഡിന് തൊട്ട് മുൻപേ നമ്മൾ ചേർക്കാൻ പോകുന്ന വാക്ക് അല്ലെങ്കിൽ ഒരു ലെറ്റർ. പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ആദ്യം പഠിക്കുന്ന മെഡിക്കൽ ടെർമിനോളജിയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? പ്രിഫിക്സ് ആണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ടീച്ചർ വായിച്ചു പോകാം. നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ ടിക്ക് ചെയ്യാൻ പറയും, ആ ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചു പോവാം. ബാക്കിയെല്ലാം അറിഞ്ഞിരിക്കണം, പക്ഷെ ബൈഹാർട്ട് ഇത് പഠിക്കേണ്ടതാണ്, ടിക്ക് ഇട്ട് വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് നോക്കാലോ. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ പിള്ളേരെ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലെറ്റർ എന്താണ്? പ്രിഫിക്സിലെ എ. എ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹൈഫൺ വന്നു അല്ലെ? എ എന്ന് തന്നെയാണ് നമ്മൾ അതിനെ വായിക്കുന്നത് കേട്ടോ. എയുടെ മീനിങ് എന്താണ്? വിത്തൗട്ട്, ഫോർ, വാണ്ട് ഓഫ്. ഇവിടെ എ എന്ന പ്രിഫിക്സിന് ഇവിടെ ഒരു ഹൈഫൺ വന്നതിന് കാരണം എക്ക് ശേഷം മറ്റൊരു വേർഡ്സ് അവിടെ ചേർക്കാം കേട്ടോ. അതായത് നമ്മളിപ്പോ താഴേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് എ ആണ്. എയുടെ മീനിങ് എന്താണ് ഇവിടെ സൂചി? അതായത് എക്ക് ശേഷം ഇവിടെ തുടരും എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് ഇതിനകത്ത് ഈ ഹൈഫന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എക്ക് ശേഷം അവിടെ മറ്റു വേർഡ്സുകൾ വരാം കേട്ടോ. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട്, ഫോർ, വാണ്ട് ഓഫ്. എന്താണ് വിത്തൗട്ട്? മീൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ്? ഫോർ, വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമായിരിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് എ ഹൈഫൺ എന്ന പ്രിഫിക്സിന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് ടിക്ക് ചെയ്യണ്ട, ടിക്ക് ചെയ്യാനുള്ളത് ടീച്ചർ പറയാം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പ്രിഫിക്സ് നോക്കൂ. എ ബി ഹൈഫൺ. എന്താണ് എ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്? എന്താണ്? ബിയോണ്ട്. ബിയോണ്ട് എന്താണ്? ബിയോണ്ട്, അപ്പുറം അല്ലെ? എ ബി മീൻസ് ബിയോണ്ട്, അപ്പുറം. ഇനി അടുത്ത സെന്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അബ്ഡോമൻ. അബ്ഡോമൻ എൻ നമ്മൾ ബ്രാക്കറ്റിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രിഫിക്സ് ആയതുകൊണ്ടാണ് എൻ ബ്രാക്കറ്റിൽ ചെയ്തിരിക്കുന്നത്. അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റൊമക്. അബ്ഡോമൻ എന്താണ്? സ്റ്റൊമക് അഥവാ ആമാശയം. അത് ടിക്ക് ചെയ്യാട്ടോ, ടിക്ക് ചെയ്യാട്ടോ. മൂന്നാമത്തത് ടിക്ക് ചെയ്യാം, പഠിക്കണം. ഇതെന്ത് വായിക്കും? ACRO. ഇത് വായിക്കും. ഇതിനെ എക്രോ എന്നാണോ ACR എന്നാണോ വായിക്കുന്നത്? എക്രോ എന്നാണോ ACR എന്നാണോ വായിക്കുന്നത്? എക്രോ എന്നാണോ? ഉറപ്പാണോ? ACR എന്നാണ് കേട്ടോ. ACRO, എക്രോ. എക്രോ എന്ന് വായിക്കും അല്ലെ? അതിനെ അക്രോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. എക്രോ എന്താണ് അതിന്റെ മീനിങ്? ട്രെയിനിങ് ടു ആൻഡ് സിവിയറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു തീവ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എക്രോ എന്ന മീനിങ് അല്ലെങ്കിൽ എക്രോ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു തീവ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് എക്രോ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ട്രെയിനിങ് ടു ആൻഡ് സിവിയറിറ്റി, ഏതെങ്കിലും ഒരു തീവ്രതയുമായി ബന്ധപ്പെട്ടത്, അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓരോന്നിന്റെ അർത്ഥം ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഴുതി വെച്ചങ്ങ് പോകാം. മലയാളത്തിൽ പറയുന്നത് എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ദെൻ ഇതെന്താണ് വായിക്കുന്നത്? നമ്മള് ഫിഫ്ത് വൺ ആഡ് അല്ലെ? ആഡ്. ആഡ് ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കണം. ആഡ് ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്. എന്താണ് ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്? അല്ലെങ്കിൽ വരെ അല്ലെങ്കിൽ ദിശയിൽ എന്നുള്ള രീതിയിൽ ടു മീൻസ് വരെ. ടു എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? വരെ, ഇത് വരെ. ഇൻ ദ ഡയറക്ഷൻ ആണ്. രണ്ട് മീനിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ എന്താണ്? ദിശയിൽ എന്നുള്ള ഒരു മീനിങ്. ദിശയിൽ എന്നുള്ള ഒരു മീനിങ്. നിങ്ങൾ ഇത് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് തലപൊകഞ്ഞ് ആരും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതില്. ഓരോ വാക്ക് നോക്കാം, അതിന്റെ മീനിങ് പഠിച്ചു വെക്കാം. ഇത് ടിക്ക് ചെയ്യാം കേട്ടോ. 6th നമ്പർ ടിക്ക് ചെയ്യാം. സോറി, അത് പറഞ്ഞില്ല അല്ലെ? സോറി, 5 വരെയല്ലേ നമ്മളിപ്പോ പറഞ്ഞത്?
സിക്സ്ത് നമ്പർ നോക്കിയേ. സിക്സ്ത് നമ്പർ എങ്ങനെ വായിക്കും നമ്മള്? സിക്സ്ത് നമ്പർ adeno. Adeno means എന്താണ്? referring to a gland. Adeno means referring to a gland. എന്താണ് referring to a gland എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു ഗ്രന്ഥിനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥിനെ നമ്മൾ ഗ്ലാൻഡിനെ പരാമർശിക്കുന്നതാണ് ഇത് adeno എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അത് ടിക്ക് ചെയ്യണം കേട്ടോ. referring to a gland. Then seventh one, and എന്താണ്? without for want of. and എന്താണ്? without or want of. without means ഇല്ലാതെ, അല്ലെങ്കിൽ want of എന്ന് പറയുന്നത് എന്താണ്? ആവശ്യത്തിന്. want of എന്ന് പറയുന്നത് ആവശ്യത്തിന്. ഓക്കെ, യെസ്. then eighth one, anna. എന്താണ്? anna. up, back, one more time. anna എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? up, back, one more time. എനിക്ക് ചിലപ്പോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? ഇതൊക്കെ മെഡിക്കൽ ടെർമിനോളജി ആണ് അല്ലെ, മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ പഠിക്കുന്ന സമയത്ത് അല്ലെ. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ വാക്കുകളുടെ അർത്ഥവും ആ വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെ. അതിനു വേണ്ടിയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. anna means up, back, one more time. എന്താണ് up എന്ന് പറഞ്ഞാൽ മുകളിൽ, back, back, പുറകിൽ, one more time എന്താണ്? ഒന്നുകൂടി എന്നുള്ള മീനിങ് ആണ് ഇത് anna സൂചിപ്പിക്കുന്നത്. then angio. ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, angio. ഇത് ഏത് വാക്കുമായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് പറയാറുണ്ട്? ഈ ഒരു പ്രിഫിക്സ് പ്ലാസ്റ്റിയുടെ കൂടെ നമ്മൾ ചേർക്കാറുണ്ട്. യെസ്, angioplasty അല്ലെ. യെസ്, angioplasty. അതായത് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആണ് അല്ലെ. ബ്ലഡ് വെസൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഇത് ആൻജിയോ എന്ന പ്രിഫിക്സ്. ഓക്കെ, യെസ്. ആൻജിയോയുടെ കൂടെ നമ്മൾ പ്ലാസ്റ്റി ചേർത്തിട്ടാണ്, പ്ലാസ്റ്റിയുടെ തൊട്ട് മുന്നിലാണ് എന്ത് ചേർക്കുന്നത്? അങ്ങനെ പഠിക്കണം കേട്ടോ. പ്ലാസ്റ്റിയുടെ തൊട്ട് മുന്നിലാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ആൻജിയോ ചേർക്കുന്നത് അല്ലെ. പ്രിഫിക്സ് ചേർക്കുന്നത് പ്ലാസ്റ്റിയുടെ തൊട്ട് മുന്നിലാണ്. ഓക്കെ, then ആൻജിയോ എന്ന വാക്ക് ടിക്ക് ചെയ്യണേ. 9th നമ്പർ ടിക്ക് ചെയ്യാം. then ante. prior to forward. ante എന്ന് പറയുന്നത് എന്താണ്? prior to forward, മുന്നോട്ട് പിന്നോട്ട് കേട്ടോ. ante എന്ന മീനിങ് എന്താണ്? മുന്നോട്ട് പിന്നോട്ട് എന്നൊരു മീനിങ് ആണ്. then next prefix anti. ആന്റിയുടെ കൂടെ നമ്മൾ 5 ദിവസത്തെ കോഴ്സിനൊക്കെ കഴിക്കുന്ന ഒരു സാധനം കഴിക്കാറുണ്ട്. എന്താണത്? ആന്റി 5 ദിവസമൊക്കെ ആയിട്ട് നിർബന്ധമായിട്ട് കഴിയുമെന്നൊക്കെ പറയാറില്ല ഒരു സാധനം. യെസ്, വെരി ഗുഡ്. എന്താണ്? ആന്റിബയോട്ടിക്സ് അല്ലെ. അതിന്റെ കൂടെ നമ്മൾ എന്താണ് ചേർക്കുന്നത്? ബയോട്ടിക്സിന് തൊട്ട് മുന്നിലാണ് ആന്റി ചേർക്കുന്നത്. ദാറ്റ് ഈസ് ആന്റിബയോട്ടിക്സ്. മീനിങ് എന്താണ്? അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ്. അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിമുഖത. അവേഴ്സ് മീൻസ് വിമുഖത എന്ന് അല്ലെങ്കിൽ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ട് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. യെസ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആർട്ടീരിയോ. എവിടെയാണ് കേട്ടിട്ടുള്ളത്? ആർട്ടീരിയോ ധമനികളിൽ. യെസ്, വെരി ഗുഡ്. ധമനിയുമായി ബന്ധപ്പെട്ട്, ആർട്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെ, ധമനികളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്, ആർട്ടീരിയോ വരുന്നത്. ഓക്കെ, ആർത്തോ. എന്താണ്? പെട്രൈനിങ് ടു എ ജോയിൻ. ആർത്തോ മീൻസ് പെട്രൈനിങ് ടു എ ജോയിൻ. അത് ടിക്ക് ചെയ്യണം കേട്ടോ. 13, 14 ടിക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടായി. നമ്മൾ ഏത് വാക്കാണ് പഠിച്ചത്? ആർത്തോ വെച്ചൊരു വാക്ക് നമ്മൾ പഠിച്ചു. പ്രിഫിക്സ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു. യെസ്, വെരി ഗുഡ് ലക്ഷ്മി. എന്താണ്? ആർത്രൈറ്റിസ് അല്ലെ. ഓക്കെ, എന്താണ്? റിട്ടേണിംഗ് ടു എ ജോയിൻ. എന്താണ്? നമ്മുടെ സന്ധികളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ആർത്തോ മീൻസ് സന്ധികളുമായി ബന്ധപ്പെട്ടത്. എഴുതി പോകുന്നുണ്ടോ ടീച്ചർ പറയണത്? നെക്സ്റ്റ് ഓട്ടോ.
ഓട്ടോ എന്താണ് വൺ സെൽഫ്. ഓട്ടോ മീൻസ് വൺ സെൽഫ്, സ്വയം എന്നുള്ള ഒരു മീനിങ് അല്ലെ. ഓട്ടോ ഓട്ടോ മീൻസ് വൺ സെൽഫ്. ദെൻ ബൈ 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 ബൈയുടെ കൂടെ നമ്മൾ ഏത് വാക്ക് ചേർക്കും? ഏത് വാക്കിന് തൊട്ട് മുമ്പായിരിക്കും ബൈ എന്നൊരു പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ഐഡിയ വെച്ചൊന്ന് പറയാമോ? യെസ്, ബയോപ്സി ആണോ? യെസ്. പിന്നെ വേറൊരു വാക്ക് പറഞ്ഞേ ബൈ വെച്ചിട്ട്. ബയോളജി. ഓക്കെ. ബൈപോളാർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ബൈപോളാർ ബൈപോളാർ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ബൈ എന്ന് മീൻസ് എന്താണ്? ടു, രണ്ട് എന്നുള്ള മീനിങ് ആണ് ബൈ എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ബയോ ബയോ. അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. ബയോ അങ്ങനെ വായിക്കണം. ബയോ മീൻസ് belonging to life. Bio means belonging to life. ഇവിടെ ബയോയിൽ ഇവിടെ ബയോളജി എന്ന് പറഞ്ഞില്ലേ നിങ്ങള്? ബയോളജി 15ാമത്തേല് ബയോട്ടിക്സ് പറയാം. ഓക്കെ. 16th എന്താണ്? ബയോ. ബയോ എന്ന് പറയുന്നത് എന്താണ്? ബയോളജി അല്ലെങ്കിൽ ജീവനുമായി ബന്ധപ്പെട്ടത് അല്ലെ? ബിലോങ്ങിങ് ടു ലൈഫ്, ജീവനുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ബ്ലാസ്റ്റോ 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 എന്താണ്? ജേം ഓർ സെൽ. ജേം ഓർ സെൽ. ബ്ലാസ്റ്റോ എന്ന് പറയുന്നത് അണുക്കൾ അല്ലെങ്കിൽ കോശങ്ങളെയാണ് നമ്മൾ ബ്ലാസ്റ്റോ എന്ന് പറയുന്നത്. പിക്ക് ചെയ്യാം കേട്ടോ. യെസ്, ബ്ലാസ്റ്റോ ഫസ്റ്റ് പിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബ്ലിഫാർ ബ്ലിഫാറോ ബ്ലിഫാറോ. ബിലോങ് ടു an eyelid. എന്താണ്? ബിലോങ് ടു ആൻ ഐലിഡ്. ഐലിഡ് എന്താണ് കേട്ടോ? ഐലിഡ്. ബിലോങ് ടു ആൻ ഐലിഡ് എന്താണ് പറയുന്നത്? നമ്മുടെ കൺപോളയുമായി ബന്ധപ്പെട്ടത്. കൺപോളയുമായി ബന്ധപ്പെട്ടതാണ് ബിലോങ് ടു ആൻ ഐലിഡ് എന്ന പ്രിഫിക്സിന്റെ പേരെന്താണ്? എന്താണ്? ബ്ലിഫാറോ ബ്ലിഫാറോ കേട്ടോ. ബ്ലിഫാറോ. ഓക്കെ. നെക്സ്റ്റ് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് ബ്രാഡി. ബ്രാഡി മീൻസ് ഡൾ എന്നൊരർത്ഥമാണ്. ബ്രാഡി ഡള്ള്. മുഷിന എന്നൊരു മീനിങ് ആണ് വരുന്നത്, അല്ലെങ്കിൽ മോശമായത്. ഓക്കെ, ഡൾ ആയിട്ടുള്ളതാണ് ബ്രാഡി. നെക്സ്റ്റ് കാൽക്ക്. കാൽക്ക് 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 എന്താണ്? സ്റ്റോൺ ഓർ ഹീൽ. സ്റ്റോൺ കല്ല് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിനെ പറയുന്നത്, നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിനാണ് എന്ത്? കാൽക്ക് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കാൽക്ക്. യെസ്. നെക്സ്റ്റ് 21 കാർഡിയോ. കാർഡിയോ belong to the heart. കാർഡിയോ means belong to the heart, ഹൃദയവുമായി ബന്ധപ്പെട്ടത്. then സെഫാലോ. അങ്ങനെ വായിക്കണേ, സെഫാലോ. സെഫാലോ കേടൽ എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിലാണ്. സെഫാലോ എന്ന് പറയുന്നത് എന്താണ്? ബിലോങ് ടു ദ ഹെഡ്. അതായത് ബിലോങ് ടു ദ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലയുമായിട്ട്. തലയിൽ നിന്നാണ് താഴെ, ഹെഡ് ടു ഫൂട്ട് ആണ് സെഫാലോ കേടൽ എന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നത്. ഓക്കെ, സെഫാലോ മീൻസ് ബിലോങ് ടു ദ ഹെഡ്. ദെൻ നെക്സ്റ്റ് എന്താണ്? സെറിബ്രോ. സെറിബ്രോ ഇതുമായി ബന്ധപ്പെട്ടാണ് സെറിബ്രോ. Yes, brain belong to the cerebrum, a part of the brain. Okay. Next, cervico. Cervico. Cervico belong to the neck or uterine cervix. Belong to the neck or uterine cervix. എന്താണ്? യൂട്രൈൻ അല്ലെങ്കിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സെർവിക്കോ എന്ന് പറയുന്നത്. Then കോളെ. കോളെ എന്നാണ് വായിക്കുന്നത് കേട്ടോ. കോളെ കോളെ കേട്ടോ. കോളെ മീൻസ് എന്താണ്? ബിലോങ് ടു ദ ബൈൽ ഓർഗാൻ. ബിലോങ് ടു ദ ബൈൽ ഓർഗാൻ. എന്താണ്? പിത്തരസം. പിത്തരസം. കോളെ മീൻസ് ബിലോങ് ടു ദ ബൈൽ ഓർഗാൻ. പിത്തരസം.
ഓക്കെ, നമ്മൾ എവിടെ വരെ പറഞ്ഞത്? 25th വരെ അല്ലെ? 25 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ചിലപ്പോ വേറെ വേറെ ടീച്ചേഴ്സ് ആയിരിക്കും എടുത്തത്. അവരുടെ പോർഷൻസ് തീർന്നിട്ടുണ്ടെങ്കിൽ 26th തുടങ്ങി വേറെ ടീച്ചർമാരായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്പർ തെറ്റി കിടക്കണ്ടോ? 18, 19, 20. ചിലപ്പോൾ നമ്പർ തെറ്റി അങ്ങനെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണ് കിടക്കുന്ന ടെക്സ്റ്റില്? 20 ഇല്ല ടെക്സ്റ്റിൽ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണ്? 20 ഇല്ല, PDF 20 ഇല്ല അല്ലെ? ഓക്കെ, നമ്മളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്യാട്ടോ, നമ്പർ എന്തെങ്കിലും കയറി ഇറങ്ങി കിടക്കണായിരിക്കും. ചെക്ക് ചെയ്തോളൂ, അത് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ചെയ്യാം, അതൊരു വിഷയമല്ല കേട്ടോ. ഓക്കെ, 26th വരെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, താങ്ക് യു. എടുത്ത അത്രയും വായിച്ചു നോക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. നാളെ ക്ലാസ് ഇല്ല കേട്ടോ. ഇടയ്ക്ക് വെച്ച് കയറിയവർക്ക് വേണ്ടി പറയുന്നതാണ്, നാളെ ക്ലാസ് ഇല്ല.